മുരളീധരന് തൃശൂരിൽ വൻ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുരളീധരനെ നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന തൃശ്ശൂരെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ, വടകര എന്നാണ് വായിച്ചത്, വടകരയില്ല തൃശ്ശൂരിലാണ് UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പത്മജ വേണുഗോപാലിൻ്റെ കോൺഗ്രസിലെ BJP-യിലേക്കുള്ള പോക്കൊക്കെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വൈകാരികമായി തന്നെ ബാധിച്ച ഒരു ദിവസം. എന്ത് ചെയ്യണം എന്നറിയാതെ ഒരുപക്ഷെ അവിടുത്തെ പ്രവർത്തകർ അസ്തപ്രജ്ഞ നിന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കെ മുരളീധരൻ, കെ കരുണാകരൻ്റെ ലെഗസി പേറുന്ന കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. ആ പ്രഖ്യാപനത്തെ വലിയ ആശ്വാസത്തോടെയും വലിയ ആഘോഷത്തോടെയും കൂടി തന്നെയാണ് ആ മണിക്കൂറുകളിൽ തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത്. ഒടുവിൽ കെ മുരളീധരൻ തൃശ്ശൂരേക്ക് പ്രചരണത്തിനായി എത്തുമ്പോൾ വീരോചിത വരവേൽപ്പ് ആഘോഷപൂർവ്വം തന്നെ സ്വീകരിക്കുന്നു. അവിടെ ഇന്നലെ TN പ്രതാപൻ്റെ ഒരുപാട് 10,700ഓളം ചുവരെഴുത്തുകൾക്ക് TN പ്രതാപനായി എഴുതിയിരുന്നു. അത് പോയ രാത്രികളിലൊക്കെ ഏതാണ്ടൊക്കെ മായ്ച്ച് കെ മുരളീധരൻ്റെ ചുവരെഴുത്തുകൾ നിറയുന്നു. പോസ്റ്ററുകൾ വരുന്നു, ഫ്ലക്സുകൾ വരുന്നു. അങ്ങനെ തൃശ്ശൂരിൽ കിട്ടിയ സ്ഥാനാർത്ഥിയെ പരമാവധി ഊർജ്ജത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ സജീവമാണ്. അതാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റോഡ് ഷോയെ മുരളീധരനെ പ്രവർത്തകർ DCC ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണിപ്പോൾ. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച KPC പ്രസിഡന്റ് K സുധാകരനും പ്രവർത്തകർ കണ്ണൂരിൽ സ്വീകരണം നൽകി. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, കരുണാകരൻ്റെ മണ്ണിൽ കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് പോയ വാർത്ത അതുവരെ അറിയാത്ത പ്രവർത്തകർ അത്ര ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത സ്വീകരിച്ചത്. അവർ അടിപതറി എന്നുള്ള കാര്യം തർക്കമില്ല. അതിനുശേഷം കെ മുരളീധരൻ്റെ വരവ് അവർക്ക് വലിയ ആശ്വാസമാണ്, വലിയ ഊർജ്ജമാണ്, അത് പ്രകടവുമാണ് കെ മുരളീധരൻ വരുമ്പോൾ, അല്ലേ സൂരജ്? തീർച്ചയായും ഹാഷ്മി, ഇവരുടെ ആവേശത്തിൽ നമുക്കത് പ്രകടവുമാണ്. വലിയൊരു ജനക്കൂട്ടം അത് ഈ കെ മുരളീധരനൊപ്പം ഈ ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. പക്ഷേ ഈ വെയിലിലും വലിയൊരു പ്രവർത്തക പ്രവാഹം ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിയും. വഴിനീളെ കാത്തു നിൽക്കുന്ന പ്രവർത്തകർ അവർ വഴിനീളെ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കെ മുരളീധരന്റെ റോഡ് ഷോ കടന്നു പോകുന്നത്. ഒപ്പം TN പ്രതാപനുണ്ട്. ഇന്നലെ ഈ നീക്കത്തിലേക്ക്, അതായത് ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി പത്മജ BJP-യിലേക്ക് പോയതിന് തൊട്ട് പിന്നാലെ. പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്കിൽ ഏറ്റവും നിർണായകമായ നീക്കം നടത്തിയത് TN പ്രതാപൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലെഴുതിയ ചുവരെഴുത്തുകൾ അത് TN പ്രതാപൻ തന്നെ മായ്ക്കുന്നു. പകരം കെ മുരളീധരന്റെ ചുവരെഴുത്ത് TN പ്രതാപൻ തന്നെ എഴുതുന്ന കാഴ്ച ഇന്നലെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. തൊട്ടു പിന്നാലെ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്ന കെ മുരളീധരനെ സ്വീകരിച്ചതും TN പ്രതാപൻ തന്നെയാണ്. റോഡ് ഷോയിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ച് തങ്ങളുടെ ലീഡർ, അതായത് കണ്ണയെ കരളെ ലീഡറെ എന്ന മുദ്രാവാക്യമാണ് തൃശ്ശൂരിൽ ഉടനീളം പ്രവർത്തകർ ഉയർത്തുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ പ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോവാം. ചേച്ചി, എങ്ങനെയുണ്ട്? ഈ മുരളീധരൻ ജയിക്കുമോ? തീർച്ചയായും ജയിക്കും. ഞങ്ങളുടെ തൃശ്ശൂരിന്റെ പൊന്നമ്മന മകൻ കെ കരുണാകരന്റെ മകനാണ് മുരളീധരൻ എങ്കിൽ തീർച്ചയായും തൃശ്ശൂരിലെ UDF-ന് വൻ വിജയമായിരിക്കും. BJP സ്ഥാനാർത്ഥി നല്ല കൊടുംചൂടാണ്. ആ ചൂടത്തും നൂറുകണക്കിന് പ്രവർത്തകരാണ് കെ മുരളീധരനെ വരവേൽക്കാൻ റോഡ് ഷോയെ കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പറയുന്നത് പോലെ കെ മുരളീധരൻ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊരു മൃതസഞ്ജീവനി എന്ന അക്ഷരത്തിൽ പറയാം. കാര്യം അത്രത്തോളം വൈകാരികമായി തളർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്കാണ് കെ മുരളീധരൻ അങ്ങോട്ടേക്ക് വരുന്നത്.